നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജിയിലേക്ക് തന്നെ അൻവർ ഇന്ന് രാവിലെ സ്പീക്കറെ കാണും. MLA സ്ഥാനം രാജിവെക്കുമെന്ന സൂചനകൾ ഉറപ്പിച്ച് PV അൻവർ ഇന്ന് രാവിലെ 9 മണിക്ക് സ്പീക്കറെ കാണുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ശേഷം രാവിലെ 9:30 തിരുവനന്തപുരത്ത് അൻവർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ സമ്മേളനത്തിൽ നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വിവരവും പുറത്തു വന്നിരുന്നു. ഫേസ്ബുക്കിലൂടെ തന്നെയാണ് അൻവർ വാർത്താ സമ്മേളനം സംബന്ധിച്ച വിവരവും പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസമാണ് അൻവർ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസുമായി കൈകോർത്തത്. പാർട്ടി അംഗത്വം സ്വീകരിച്ചിട്ടില്ല, മറിച്ച് സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിക്കുമെന്നാണ് അറിയിച്ചത്. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ അൻവറിന്റെ UDF പ്രവേശന അഭ്യൂഹം ശക്തമായിരുന്നു. അതിനിടെയാണ് തൃണമൂൽ കോൺഗ്രസുമായുള്ള കൈകോർക്കൽ. ആക്രിക്കടയിൽ തീപിടുത്തം, നിമിഷ നേരം കൊണ്ട് ചാമ്പലായി. ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് സംഭവം. കോഴിക്കോട് മണക്കടവ് റോഡിലുള്ള കടയ്ക്കാണ് തീപിടിച്ചത്. മീൻചന്ത, ബീച്ച്, വെള്ളിമാട് കുന്ന് എന്നിവിടങ്ങളിൽ നിന്നും 6 ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ആക്രിക്കട പൂർണ്ണമായും കത്തി നശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായാണ് വിവരം. ഒരറ്റത്ത് കടുവയ്ക്കായി തിരച്ചിൽ, പിടികൂടാൻ സർവ്വസന്നാഹം. എന്നാൽ പഠിച്ച കടുവ വീണ്ടും നാട്ടിലിറങ്ങി, കടിച്ചുകൊന്നു. അമരക്കുനിക്ക് സമീപം വീണ്ടും കടുവയെത്തി. അമരക്കുനിയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറിയാണ് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ജനവാസ മേഖലയിലെത്തിയ കടുവ ആടിനെ കൊന്നു. തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. അമരക്കുനിക്കും ദേവഗർദയ്ക്കും സമീപം കൂട്ടിൽ കെട്ടിയ ആടിനെയാണ് കടുവ കൊന്നത്. നെടിയങ്ങാടിയിൽ കേശവൻ എന്നയാളുടെ ആടിനെയാണ് കടുവ ആക്രമിച്ചത്. കടുവയ്ക്കായി വ്യാപകമായി തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് വീണ്ടും ആക്രമണം. കടുവയെ കണ്ടെത്താൻ കുങ്കിയാനകളെയും എത്തിച്ചിട്ടുണ്ട്. ആളൊഴിഞ്ഞ പറമ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം. കോഴിക്കോട് വടകര അക്ലോത്ത് നട ശ്മശാന റോഡിന് സമീപം ആളൊഴിഞ്ഞ പറമ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. ചോറാട് സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. രാവിലെ പാല് വാങ്ങാൻ പോയ സ്ത്രീയാണ് മൃതദേഹം കണ്ടത്. പോലീസ് നടത്തിയ പരിശോധനയിൽ സമീപത്തു നിന്നും മൊബൈൽ ഫോണും കത്തും കണ്ടെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റും. സംസ്ഥാനത്ത് 6 ജില്ലകൾക്ക് നാളെ പ്രാദേശിക അവധി. തൈപ്പൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ 6 ജില്ലകൾക്ക് നാളെ പ്രാദേശിക അവധിയായിരിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള അവധിയാണിത്. നേരത്തെ തന്നെ സർക്കാർ വിജ്ഞാപനം ചെയ്ത് ഔദ്യോഗിക കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അവധിയാണ് ഈ ദിവസത്തേത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകൾക്കാണ് പ്രാദേശിക അവധി. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾക്കാണ് അവധി. ശബരിമലയിലെ മകരവിളക്ക്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മകരശീവേലി എന്നിവയും നാളെയാണ്.